ഈ 2 പേര് ഇതിലെ ബൈക്കിന് അങ്ങോട്ട് ചെന്നില്ല, അവിടെ ചെന്നില്ല. അതിന് മുമ്പ് ആനയെ അമറി. അപ്പൊ കൊണ്ട് അങ്ങേപ്പുറത്തെ ചെറുക്കനും ഞാനും ഇവിടുന്ന് ഓടിയെല്ലാം മേളി ചെന്നപ്പം ആന കാട്ടിക്കൂടെ അങ്ങോട്ട് പിതുക്കെ നടന്നു പോകുന്നു. പിന്നെ ഞാൻ കണ്ട് അണ്ണാ ഇവിടുന്ന് ആ അമറ് കേട്ടോണ്ട് ഇവരെ കണ്ടോണ്ട് ആനയെ അമറിയപ്പോ ഞാനും ഇവിടുന്ന് ചാടി നമ്മുടെ എല്ലാ പാറയുടെ അവിടെ ചെന്നു. അണ്ണൻ പോയ പുറകെ. അണ്ണൻ ഇവിടുന്നില്ല, അവിടെ ചെന്നില്ല അതിന് മുമ്പേ. നമസ്കാരം, പുതിയൊരു ആനക്കാഴ്ചയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കുളത്തമണ്ണാണ്, പത്തനംതിട്ട ജില്ലയിലെ കുളത്തമൺ. ഇവിടുത്തെ സ്ഥിരമായിട്ട് ഈ കൈതത്തോട്ടത്തിൽ കൈത തിന്നാൻ വേണ്ടി വരുന്ന കാട്ടാനകളുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തൊട്ട് ബാക്കിൽ കാണുന്നതാണ് ഫോറസ്റ്റ്. ഈ വരുന്ന നടവഴികളാണ് ഈ ആന ഇറങ്ങി വരുന്നത്. അത് ഈ കൈത തിന്നാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഇതൊരു ഇവിടുത്തെ നാട്ടുകാർക്ക് ഉള്ളിലൊരു ഭയം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും തക്ക സമയത്ത് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലൊക്കെ ഉണ്ട്. അവർ വന്ന് തീയിടാറുണ്ട്, അതിനെ ഓടിച്ച് കളയാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ആനക്കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. 9 മണിയാകുമ്പോഴൊക്കെ ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെയാണ് നിൽക്കുന്നത് ആന വന്ന്. പിന്നെ ഞങ്ങൾ താമസമുണ്ടോ? ഇല്ല, ഞങ്ങൾ ലൈറ്റ് ഇട്ടേക്കോ. ആന ഈ വെട്ടം കണ്ട് അടുത്ത് വരാതിരിക്കാൻ വേണ്ടി ലൈറ്റ് ഇട്ടിട്ട് പോകുന്ന. പക്ഷെ ഇറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നില്ലേ? ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങത്തില്ല, ആ എല്ലാ ഭാഗത്ത് ഇറങ്ങണേ. ഓ, ഇവിടെ നിന്ന് കാണത്തില്ല, നമ്മൾ അങ്ങ് മേല് പോയെങ്കിലേ കാണാം. ഇന്നലെ ഈ സമയത്ത് ഇതിനകത്തുണ്ട്. ഇത് ഇവിടുത്തെ ഈ എത്ര ബ്ലോക്ക് ഉണ്ട്? എത്ര മരമുണ്ട്? ഇതോ? ഇത് മരമെല്ലാം കൂടെ 2000 മരമുണ്ട് മൊത്തത്തിൽ. ഞങ്ങൾ 2 പേരാ ജോലിക്കാർ. പാരനല്ല, അല്ലാതെ ഒരു വ്യക്തിയുടെ. അത് കണ്ടോ തള്ളിയിട്ടേക്കോ ഇടയ്ക്ക്. അതെല്ലാം ഇപ്പൊ തള്ളിയിട്ടതല്ലേ? ഈ ചാക്ക ഞാൻ പറഞ്ഞ കുത്തി, അതെല്ലാം കുത്തി പറഞ്ഞു. കുത്തി എടുത്ത് ലൗഡൊക്കെയാ പോയി കിടന്നേ. കുത്തി എടുത്തുകൊണ്ടാ പോയി. ഇത് പത്തനംതിട്ട ഇല്ലേ? പത്തനംതിട്ട ജില്ല, കലഞ്ഞൂർ പഞ്ചായത്ത്. പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ പഞ്ചായത്തില് കുളത്തുമണ്ണ് ഞങ്ങള് ഇറങ്ങിയ ആനയെ കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇവിടെ ഒരു എസ്റ്റേറ്റിൽ കൂടി ഇങ്ങനെ നടന്നു പോവുക. സ്ഥിരമായിട്ട് ഇവിടെ ആന ഇറങ്ങാറുണ്ട്. ഇന്നലെയും 3 മണി 4 മണി ആയപ്പോഴത്തേനും ആന ഇറങ്ങി. 2 ഫെൻസിങ് ഇട്ടിട്ട് ഒരു പ്രയോജനമില്ല അല്ലേടാ? ഫെൻസിങ് കൊണ്ടൊരു കഥയില്ല. ഇതെല്ലാം ചവിട്ടി കയറി അപ്പുറത്ത് ചാടുന്ന ഇടിച്ച് എല്ലാ ഭാഗത്തൂടെ ഒക്കെ ഇടിച്ച് ഇങ്ങനെ വനം വരില്ലേ? അത് വനമോ? അത് വനമോ? അതിനപ്പുറം അതിൻ്റെ കൂടെ കയറി ഇങ്ങനെ വന്ന് ഇതിലെ കൂടെ എടുത്ത് അപ്പുറത്ത് ചാടും. ഇല്ല. പിന്നെ ഇപ്പോൾ എന്നും ഡെയിലി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവരിത് നോക്കുന്നില്ല. ഇപ്പോൾ ഇല്ല, എന്നും വന്ന് നശിപ്പിച്ച് കളയില്ല. ഇന്നലെ ഈ സമയത്ത് ഇവിടെ നിൽപ്പുണ്ടാന 3 എണ്ണം 5 മണി ആയപ്പോഴേ ഇറങ്ങി. ആ ഭാഗം എന്നും അത്ര റോഡില്ല, വഴി കണ്ടില്ല, അതിലെയാണ് കയറി ഇങ്ങനെ വരുന്നത്. ഒന്ന് ഇവിടെ വരുമ്പോൾ രാത്രിയിൽ ഒന്നീ ഫോറസ്റ്റുകാർ കാണും, പിന്നെ ഈ വസ്തുവിൻ്റെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരൊക്കെ മിക്കവാറും എന്നും വരും. വന്ന് അവർ കാവൽ കുറച്ചു നേരമൊക്കെ ഇരുന്ന് ചാടിച്ചൊക്കെ വിട്ടിട്ടാണ് പോകുന്നത്. അവർ പോയി കഴിയുന്ന വീണ്ടും ഇറങ്ങും. മണ്ടയിലോട്ട് ഇത് മരങ്ങൾ ഓടിച്ചിടും. ഈ മരം ഓടിച്ചിട്ടാ ഇത് അങ്ങ് കട്ടാവുമല്ലോ, പിന്നെ അവരിപ്പുറത്ത് കയറും. ഞങ്ങൾ അന്ന് വെട്ടിപ്പോ അങ്ങനെ കറ ഒലിക്കുന്നേ ഉള്ളു. ഞാൻ നേരത്തെ വരുമ്പോ സർക്കാരിൽ നിന്ന് ഇത് ആന കയറാതിരിക്കാനുള്ള മാർഗം ഒന്നിൽ കിടങ്ങ് പറിക്കണം, ഈ വനാതിർത്തി തീർത്ത്. അത് അല്ലെങ്കിൽ തൽക്കാലികം ഫെൻസിങ് അതെങ്കിലും നിരന്തരം ഇട്ടെങ്കിൽ മാത്രമേ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ബുദ്ധിമുട്ടാണ്. ഈ
വന്യമൃഗങ്ങള് ആന തന്നെയല്ല, ആന മറ്റുള്ള ജീവികൾ, കുരങ്ങ്, മയില്, ഇതെല്ലാം ഭയങ്കര ശല്യം. ഇതെല്ലാം ഒരുപാട് ഈ പ്രദേശത്തെല്ലാം ഉണ്ട്. കുരങ്ങിനെ കൊണ്ട് തീരെ നിവൃത്തിയില്ല. കുരങ്ങ് ആന പിന്നെ ഈ മേഖലകളിലൊക്കെ ഉള്ളു. കുരങ്ങ് അങ്ങ് എല്ലാ പ്രദേശത്തും അങ്ങ് എല്ലാ വീടുകളിലും. ഞങ്ങളവിടെ സംഭവം വരും. ഈ രാത്രി ആകുമ്പോഴത്തേനായിരിക്കും ഇത് ഇറങ്ങുന്നല്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞില്ലയോ സാറേ, 5:30 മുമ്പേ ഇറങ്ങി. ഇറങ്ങി അണ്ണൻ ഇതുവഴി ഷീറ്റ് അടിച്ചുകൊണ്ട് ഇല്ല പാലം കയറിയില്ല, അതിനു മുമ്പേ ആന വന്നു. ഞാൻ മുക്കിന്റെ സംബന്ധിച്ച് ചോദിച്ചാൽ ആന ഇറങ്ങിയത് പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടില്ല, ഞാൻ നോക്കിയില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ അണ്ണൻ ഇതിലെ എന്നോട് കാര്യവും പറഞ്ഞു. ഞാൻ എളുപ്പം പോയി. ഞങ്ങൾ ഇവിടെ ഈ എസ്റ്റേറ്റിൽ മേളത്തെ ടാപ്പിംഗ് ആരാ. അപ്പം വെളുപ്പിന് 5 മണിയൊക്കെ ഇത് പേടിച്ച് വരത്തില്ലായിരുന്നു. പിന്നിപ്പോൾ ഈ 5 മണിയൊക്കെ ആകുമ്പം വരുമ്പം ആന വന്നിട്ട് അപ്പോഴത്തേന് പോവും. വന്ന് ആന അവിടെ പിണ്ടമൊക്കെ ഇട്ട് അവിടെ ചവിട്ടി മതിച്ചിട്ടേക്ക് വരും. പിന്നെ ഒരു ദിവസമില്ല, അതെല്ലാ ദിവസവും വരുന്നുണ്ട്. അത് വന്ന് ആ മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ പിഴക്കൂടെ എന്നും ഇറങ്ങി വരുന്നു. വന്ന് അവിടെ ചവിട്ടി ആ കൈതക്കകത്ത് കയറി ആ തയ്യും എല്ലാം ഒടിച്ച് നാശമാക്കി എന്നും. അതുപോലെ ഇത് ആന തന്നെയല്ല, മ്ലാവ്, കാട്ടുപോത്ത്, ഇതെല്ലാം ഞങ്ങൾ വെളുപ്പിനെ വരുന്നുണ്ടെ ഈ റബ്ബറിനകത്ത് കാണും. അതെല്ലാം ഞങ്ങൾ പിന്നെ ലൈറ്റ് അടിക്കുന്നുണ്ടെ ഉപദ്രവമൊന്നുമില്ല. ലൈറ്റ് അടിക്കുന്നുണ്ടെ അത് ഒഴിഞ്ഞ് തിരിഞ്ഞ് അങ്ങ് പോകും. തോട്ടത്തിൽ കയറി വരും. തോട്ടത്തിൽ കയറി വരും. ഇതിനകത്തുണ്ട് എപ്പോഴും ഈ മ്ലാവ്. അത് ആന ഇവിടെ ഞങ്ങൾ വളം അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വളം അടുക്കി വെച്ചത് വന്ന് കൊമ്പ് കുത്തി എടുത്ത് ആ വളം അടുക്കി വെച്ചത് മൊത്തം കുത്തി എടുത്ത് ദൂരെ കളഞ്ഞു. അങ്ങനെ ഒക്കെയുള്ള ശല്യക്കാരനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ശല്യം തിരിഞ്ഞ് നിന്നാലും പ്രശ്നമൊന്നുമില്ല, തിരിഞ്ഞു നിൽക്കും. അല്ല, ഇതിന് ഒരു 1 വർഷമായി. ഇല്ലല്ലോ, 5-6 മാസത്തിന് മുമ്പ് അവിടെ ആന ചരിഞ്ഞ് 8 മാസമായി. 8 മാസമായി. ആ ഭാഗം തന്നെ നമ്മള് കയറി ആ മേളി പോയ ആ ഭാഗത്ത്. ആ ഭാഗത്തൂടെ ഇപ്പൊ എന്നും ഈ ഇറങ്ങുന്നതും പോകുന്നതും വരുന്നതും എല്ലാം അതിലൂടെ. അത് കഴിഞ്ഞ പിന്നെ അപ്പൊ ഇത് നിരന്തരമായിട്ട് പിന്നെ ശല്യമാവും. അത് ഒരെണ്ണമല്ല, 3-4 കൂട്ടം കൂടിയാ വരുന്നത്. ഒരു പ്രാവശ്യം 5 എണ്ണം 3-4 ദിവസിക്കുമ്പോ 5 എണ്ണം ഉണ്ടായിരുന്നു. അല്ല, ഇത് ഏത് ഫോറസ്റ്റ് റേഞ്ച് ആണ്? ഇത് നടുവത്തുമൊഴി. അപ്പൊ കല്ലേലി ഭാഗം എന്ന് പറയുന്നത് കല്ലേലി നടുവത്തുമൊഴിയെ കല്ലേലി ഭാഗം. പിന്നെ ഫോറസ്റ്റുകാർ വരുന്നുണ്ട്. അവര് അറിയിക്കുന്നതനുസരിച്ച് അവര് വന്നത് രാത്രിയിലെല്ലാം വന്ന് എല്ലാ ദിവസവും രാത്രി വരുന്നുണ്ട്. മിക്കവാറും എല്ലാം വരുന്നുണ്ട്. അവരുടെ ഭാഗത്ത് കുഴപ്പങ്ങളായിട്ട് പക്ഷെ നോക്കുന്നുണ്ട്. ഇതിപ്പോ ആരെ കൊണ്ടും പറ്റത്തില്ല. ഇതിപ്പോ അവര് വന്ന് ഓടിച്ച് കളയും. പിന്നെ ഇവിടെ ഈ വസ്തുവിന്റെ ഉടമസ്ഥൻ ഷിബു, അവര് എന്നും ഒറ്റ ദിവസം ഇല്ലാതെ ഒരു 6 മാസം കൊണ്ട് ഒരു 9 മണിയാകുമ്പം വരുന്നുണ്ട്. എന്നും ഇതിനകത്തുണ്ട്. അവര് പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ച് ചാടി. കൈതക്കാര് അങ്ങ് തൊടുപുഴന്നൊക്കെ വന്ന് വെച്ചേക്കോ. വസ്തു ഇവിടെ അടുത്തുള്ള ആളുടെ. അവര് ഫെൻസിങ് ഇട്ടിട്ടും പ്രയോജനമൊന്നുമില്ല. ഒരു പ്രയോജനമില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് ഇതെല്ലാം ഫെൻസിങ് ഇടാനെ കൊണ്ട് എല്ലാം തീരുമാനമായി. ഇവിടെ എല്ലാം ഇട്ട് തുടങ്ങിയതാ. പിന്നെ എന്തോ പറ്റിയോ അത് നിന്നു. അതിന്റെ പിന്നെ ബാക്കി കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ല. അത് തുടർന്ന് നടന്നില്ല. ആരറിയാം. എന്ന് പറഞ്ഞാൽ എന്നും ഒരു ദിവസം ഇല്ലാതെ എല്ലാ ദിവസവും വന്ന് ഇറങ്ങി നശിപ്പിക്കും. അതുപോലെ തീരുന്നതനുസരിച്ച് ഇങ്ങോട്ട് വരും. ഇതിനപ്പുറത്ത് അങ്ങോട്ടുള്ള ഈ താമസക്കാരെ ഈ വീടുകള് ഒരു മാസത്തിന് മുമ്പ് ആ വീടിന്റെ എല്ലാം മുറ്റത്ത് വരെ വന്ന് അവരെല്ലാം പിന്നെ ഇപ്പൊ ലൈറ്റ് എല്ലാം പുറയിലോട്ട് ഇതുപോലെ ഇറക്കി കെട്ടി ഇട്ടേക്കുക. അപ്പൊ രാത്രി അനക്കം കേൾക്കുന്നുണ്ടെങ്കിൽ അവര് വന്നു നോക്കും. എന്നും ഇപ്പോഴെ ഇനി പ്ലാവിലൊക്കെ ചക്കയാകുന്ന സമയത്ത് ഇവിടെ എല്ലാം നിരന്തരം വരും. ഇപ്പൊ ഈ കൈത ഉള്ളതുകൊണ്ട് ഇതിനകത്ത് വന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ. ഇപ്പം കുറച്ച് കൊണ്ട് കൈത ഇങ്ങോട്ട് നാട്ടില് ആൾക്കാരുടെ പറമ്പിലോട്ട് ഇപ്പം അങ്ങനെ വലുതായിട്ട് കയറുന്നില്ല. അപ്പത്തേനും ചക്കയാകുമ്പോ അതും ഈ റോഡ് വഴി ഇങ്ങനെ ഇറങ്ങി റോഡ് വഴി തന്നെ വരുന്നേ. ഇതിലൂടെ ഇതിന് അക്കരെ കയറി ഇല്ല, റോഡിൽ കയറി ഇതിലൂടെ. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ വൈകിട്ട് 2 പേര് വരുമെന്ന്. അവര് അവിടെ നിന്ന് രാത്രി 9 മണിയായപ്പോ എന്നും വരുന്ന വന്നപ്പോ ഉണ്ട് ഈ വഴിയായി എന്നുണ്ട്. ആ മൂലയ്ക്ക് അവിടെ ഒരു പാലമുണ്ട്, കോൺക്രീറ്റ് പാലം. പാലത്തെ കയറാതെ ഇയാൾ അവിടെ നിൽക്കുക. വരുമെന്നതിന്റെ മുന്നേ പിന്നെ അവര് പിന്നെ പുറയിലോട്ട് മാറി നിന്ന് പിന്നെ ഓടിച്ചു വിടുവായിരുന്നു. പിന്നെ ഫോറസ്റ്റുകാരൊക്കെ വന്ന് അവര് അങ്ങനെ കയറി ഇറങ്ങി ഇങ്ങി പോരും. ഇനി വരും. അപ്പോൾ സുഹൃത്തുക്കളെ, പത്തനംതിട്ട ജില്ലയിലെ കലഞ്ഞൂർ പഞ്ചായത്തിലെ
കുളത്തുമൺ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെ ആനവിശേഷമാണ് നമ്മൾ കേട്ടത്. ഈ ചേട്ടന്മാരാണ്ട് ഈ ഒരു എസ്റ്റേറ്റിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ്. ഇവർ രാവിലെ വരുമ്പോഴുള്ള ആ കാഴ്ചകളും അതൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും സ്ഥിരമായിട്ട് ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. ഉപദ്രവകാരികളൊന്നും അല്ല, എങ്കിലും സ്ഥിരമായിട്ട് ഇവിടെ ഈ കൈതക്കാട്ടിലൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പകർത്താൻ വേണ്ടി നമ്മൾ വന്നതാണ്. എന്തായാലും ഇന്നത്തെ ദിവസം ഞങ്ങൾ രാവിലെ മുതൽ വന്നിട്ട് കണ്ടില്ല. ചിലപ്പം രാത്രിയിൽ ഇറങ്ങും. രാത്രിയിലെ കാഴ്ചകൾ നമുക്ക് പകർത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറച്ച് വിഷ്വലുകൾ ഇവരെടുത്ത കുറച്ച് വിഷ്വലുകളുണ്ട്. അത് നമുക്ക് ഈ ഒരു വീഡിയോയുടെ ഒപ്പം തന്നെ ചേർക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.